ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഒരു ബർഗർ ഉണ്ടാക്കാനാണ്. അതിനായിട്ട് വേണ്ടത് സവാള വേണം, പിന്നെ പച്ചമുളക് വേണം. നമുക്ക് സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള അരിഞ്ഞിട്ടുണ്ട്, ചെറിയ പീസായിട്ട് അരിയാം. പിന്നെ അത് മുളക് അരിയണം. മുളകും നിങ്ങൾക്ക് എന്തായാലും വേണമെന്ന് വെച്ചാൽ അത്ര അരിയാം. ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ മുട്ടയിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് വെച്ചേക്കണേൽ നമുക്ക് മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച മുളക് അങ്ങോട്ട് ഇടുക. മുളക് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചെടുത്തുള്ളൂ മുളക്. സവാള ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങനെ ഇളക്കണം. ഗൈസ്. അതങ്ങോട്ട് എല്ലാം ഇങ്ങനെ ഭാഗത്തേക്ക് ആവണ്ടേ, നന്നായിട്ട് ഇളക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വയ്ക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് മതി. ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. കുറച്ച് വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ഇളകി കൊടുക്കുക. ഇനി നമുക്കത് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് എണ്ണ വെച്ച് ചൂടായിട്ട് നമുക്ക് ആ മുട്ട കൂടെ ഒഴിച്ചു കൊടുത്തു. ഇത് മറിച്ചിടണം കേട്ടോ ഗൈസ്. മറിച്ചിടാം ഗൈസ്. നിങ്ങൾ ബണ്ണ് ആവശ്യമുണ്ട്. അപ്പോൾ ബണ്ണിനനുസരിച്ചുള്ള സൈസിലുള്ള മുട്ട വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മറിച്ചിടണം. ആദ്യം ഇട്ട വശം തന്നെ വീണ്ടും ഇട്ടിട്ട് അവിടെയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയില്ല, കുരുമുളക് പൊടി. എന്നിട്ട് വീണ്ടും അതുപോലെ നമ്മൾ നിങ്ങൾക്ക് എന്തോരം വേണോ അത്ര ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് ഇതാക്കി ഉണ്ടാക്കി. മുട്ട ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ബണ്ണ്. ബർഗർ ബണ്ണാണ്. ബർഗർ ബണ്ണ് വാങ്ങിക്കാൻ കിട്ടും. അതാണിത്. 40 രൂപയുള്ളൂ ഗൈസ്. അത് നമുക്ക് കണ്ടിക്കാം. കണ്ടിച്ചിട്ട് ഒരെണ്ണം കൂടെ എടുക്കുക ഗൈസ്. അതെടുത്തത് ഇത്രയേ ഉള്ളൂ. എൻ്റെ വിരലിൻ്റെ ഇത്ര ഉള്ളൂ. ഇത്രയുണ്ട് ഗൈസ്. അത്യാവശ്യം വലിയതാണ്. സാധാ ബണ്ണ് അത്ര ഉണ്ടാവില്ല. നിങ്ങൾക്ക് നടുവൊരു പാടുണ്ടോ, ആ പാടിയൊക്കെ അങ്ങോട്ട് മുറിച്ച് കൊടുക്കുക. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എള്ള ഉണ്ടാവും ഗൈസ്. ഒരു വെളുത്ത കളറിൽ എള്ള ഉണ്ടാവും. ഇങ്ങനെ പകുതിയൊക്കെ മുറിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മുട്ട വെച്ച് കൊടുക്കുക. അതിനൊക്കെ നമുക്ക് സോസ് ഒഴിക്കണം ഗൈസ്. സോസ് വന്നിട്ട് കുലുക്കണം. നമുക്ക് സോസ് ഉണ്ടെങ്കിൽ സോസ് ഒഴിക്കുക. പിന്നെ കുറച്ച് ടോപ്പിലൊക്കെ കുറച്ച്, അതായത് ഇതിൻ്റെ സോസ് ഒഴിച്ചിട്ടേ സവാള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. തക്കാളി അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും വെക്കണില്ല. വെച്ചിട്ട് കുറച്ച് സോസ് അതിൻ്റെ മുകളിലും വെച്ചിട്ട് അങ്ങനെ എടുക്കുക. മുകളിൽ എള്ള് കണ്ടോ നിങ്ങൾ. എന്നിട്ട് അങ്ങനെ ഞാനിപ്പോൾ 2 ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതിൽ ചെറുതാണ്, അതിൽ വലുത്. ചെറുതനിയന്, വലുതെനിക്ക്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് കഴിച്ചോക്കാം. കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ്. അടിപൊളിയാണ് ഗൈസ്.